ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി അങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലൊരു ഭാര്യയും ഭർത്താവുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഭാര്യ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സച്ചിയുടെ വീഡിയോ കാണുകയാണ് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ആ പെൺകുട്ടി ഭർത്താവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയും വേഗം വണ്ടി നിർത്ത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്ത് പറ്റി സാർ, എത്തിയിട്ടില്ല സ്ഥലം എന്ന് പറയും. എന്നോട് വണ്ടി നിർത്താനല്ലേ പറഞ്ഞത് ചോദിക്കും. അപ്പോൾ അവൻ വണ്ടി നിർത്തുട്ടോ. എന്നിട്ട് സച്ചിക്ക് പൈസ കൊടുക്കുകയാണ്. മതി നിന്റെ ട്രിപ്പ്, ഞങ്ങൾ വേറെ പൊക്കോളാം, നീ പൊക്കോ എന്ന് തന്നെ പറയും. അപ്പോൾ അയ്യോ എന്ത് പറ്റി സാർ, സ്ഥലം എത്തിയിട്ടില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അയ്യോ ഞങ്ങൾക്ക് നേരെ പരിപാടിക്ക് പോകണം എന്ന് ആഗ്രഹം, അല്ലാണ്ട് പരലോകത്തേക്ക് പോകണം എന്നല്ല മോനെ ആഗ്രഹം, ഇനിയും കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കണം ഉണ്ട് എന്നൊക്കെ പറയും. അതിന് സച്ചിനെ മുന്നേ വിളിച്ചിട്ട് ബുക്ക് ചെയ്തെന്ന് എല്ലാവരും വിളിച്ചിട്ട് പറയുകയാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്ന് പറയട്ടോ. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ പേര് ഇങ്ങനെ പറയണേ എന്നിങ്ങനെ വിചാരിക്കും. ശ്രുതിയാണെങ്കിൽ എല്ലാവരും വിളിച്ചിരുത്താണ് ഹാളിൽ. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഒരു സിനിമ കാണിച്ചു തരാണ്ട് എന്നുകൊണ്ട് സച്ചിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കാണുമ്പോൾ അച്ഛനാകെ വിഷമാവും. എന്നിട്ട് ശ്രുതി പറയും ഞാനേ അന്നൊരു പാർക്കിൽ പോയിരുന്നതിന് അവൻ വീഡിയോ എടുത്തിട്ട് അവരിങ്ങനെ സിനിമ പോലെ കാണിച്ചു തരുന്നില്ലേ, അന്ന് ഞാൻ അവിടെ പോയി ഇരിക്കും കിടക്കുകയൊക്കെ ചെയ്തപ്പോഴേ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ആർക്കും ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, നാട്ടുകാരെ കൊല്ലാൻ കൊണ്ടുപോകല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും ഓ ഇത് നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ വളർത്തു ദോഷമാണെന്നേ പറയുള്ളൂ, ഇനിയിപ്പോൾ ഇത് വർഷയുടെയും ശ്രുതിയുടെയും ഒക്കെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഞാൻ പറയും അവരോട്, അവർ വളർത്തു ദോഷമാണെന്നല്ലേ പറയുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും വർഷയുടെ വീട്ടുകാർക്ക് സച്ചിയുടെ സ്വഭാവം ഫുൾ അറിയാമല്ലോ, അതുകൊണ്ട് പേടിക്കാനില്ല എന്നിങ്ങനെ പറയും. അതിനുശേഷം ശരത്താണെങ്കിൽ രേവതിക്ക് വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് രേവതിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതിൽ വന്ന ഓരോ കമൻസും വായിച്ചിട്ട് രേവതിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.